ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സച്ചിക്ക് ഉച്ചഭക്ഷണവുമായി ഓഫീസിലേക്ക് വന്ന അച്ചുവിനോട് വളരെ റൊമാൻസായിട്ട് പെരുമാറുകയാണ് സച്ചി. അച്ചു ആണെങ്കിൽ ചെയറിലിരിക്കുന്നു. സച്ചി അച്ചുവിൻ്റെ അരികിലേക്ക് വന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു സ്റ്റാഫ് അവിടേക്ക് വന്ന് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ഈ റൊമാൻസ് ആ കുട്ടി കാണുന്നുണ്ട്. അത് കണ്ട് ആ കുട്ടിക്ക് തന്നെ ഒരു നാണം തോന്നുന്നു. ഇത് അർച്ചന കാണുന്നുണ്ട്. എന്നാൽ സച്ചി ഇപ്പോഴും ആ കുട്ടി അവിടെ വന്നത് കണ്ടിട്ടേയില്ല. കണ്ണുകൊണ്ട് ഇടയ്ക്ക് ആക്ഷൻ കാണിക്കുന്നുണ്ട് അച്ചു, ദേ അങ്ങോട്ട് നോക്കിയ എന്നൊക്കെ. എന്നാൽ സച്ചി അങ്ങോട്ട് നോക്കുന്നില്ല, അച്ചുവിൻ്റെ മുഖത്ത് മാത്രം. പിന്നെ സച്ചി അങ്ങോട്ട് നോക്കിയപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സാർ ഇന്ന് എത്ര മണിക്കാണ് മീറ്റിംഗ് പ്ലാൻ ചെയ്യേണ്ടത്? സാറിൻ്റെ സൗകര്യം പറഞ്ഞാൽ. അത് കേട്ട് സച്ചി പറയുന്നു, എനിക്കിന്ന് സൗകര്യമില്ല. പെട്ടെന്ന് സച്ചിയെ മാറ്റുകയാണ് അച്ചു. എന്നിട്ട് പറയുന്നു, സച്ചിയേട്ടാ എന്തായി കാണിക്കുന്നത്? പെട്ടെന്ന് സച്ചി പറയുന്നു, അല്ല എനിക്കിന്ന് ടൈമില്ലെന്ന് പറയുമായിരുന്നോ? നാളെ രാവിലെ വെച്ചോളൂ. ശരി സാർ എന്ന് പറഞ്ഞ് ചെറു പുഞ്ചിരിയോടെ ആ കുട്ടി അവിടെ നിന്ന് പോയി. ചമ്മി നിൽക്കാണ് ഇവർ രണ്ടുപേരും. ഷോ, ആ മൂടങ്ങ് പോയെന്ന് സച്ചി. താൻ വാ, ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് അച്ചുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് സച്ചി പോകുന്നു. ഇതേ സമയം ആതിരയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് സന്ദീപ്. ആതിരയുടെ കൈ നോക്കുകയാണ് സന്ദീപ്. ചില കാര്യങ്ങളൊക്കെ പറയുന്നു. രഹസ്യ വിവാഹമാണ് രേഖയിൽ തെളിയുന്നത്. നിഷ്കളങ്കനും സ്നേഹസമ്പന്നനും ഭാര്യയെ പൊന്നുപോലെ നോക്കാൻ കഴിവുള്ളവനുമായ സുന്ദര കുട്ടപ്പനായ നല്ല സ്വഭാവത്തിനുടമയുള്ള ഒരു സൂപ്പർ പയ്യൻ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, അയ്യോ ആ അജയ് ഘോഷ് പോയോ എന്തോ, അയാളുടെ കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞത്? അത് കേട്ട് ദേഷ്യത്തോടെ ആതിരയുടെ കൈ മാറ്റിയിട്ട് പറയുന്നു, ഇനി എനിക്കൊന്നും പറയാനില്ലെന്ന്. അയ്യോ അങ്ങനെ പറയല്ലേ, ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് നോക്ക് എന്ന് പറഞ്ഞ് വീണ്ടും കൈ കൊടുക്കുകയാണ് ആതിര. അങ്ങനെ സന്ദീപ് വീണ്ടും നോക്കുന്നുണ്ട്. സന്താന ഭാഗ്യം ആവോളം കാണുന്നുണ്ട്. അഞ്ചിൽ കുറയാതെ സന്താന ഭാഗ്യമുണ്ട്. അഞ്ചോ എന്ന് ആതിര പറഞ്ഞപ്പോൾ എങ്കിൽ കുറയ്ക്കാം എന്ന സന്ദീപ്. ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ആതിര കൈ പിന്നോട്ടേക്ക് വലിച്ചു. ഇനി ഈ മുഖം നോക്കി ഞാൻ ലക്ഷണം പറയാം. ഇനിയും ഈ ഭവനത്തിലിരിക്കുന്നത് ഭാര്യാഗൃഹത്തിലുള്ള ആരെങ്കിലും കണ്ടോണ്ട് വരുന്ന പക്ഷം തടി കേടാവുകയും എല്ലുകൾ നുറങ്ങുകയും ഇറച്ചിൽ മണ്ണ് പറ്റുകയും ചെയ്യും. ആയതിനാൽ എത്രയും പെട്ടെന്ന് ഗൃഹത്തിൽ നിന്ന് ഇറങ്ങേണ്ട തീരുമാനമെടുക്കുക. ബാ എഴുന്നേറ്റ്, അവർക്ക് വരാനുള്ള സമയമായി എന്ന് പറഞ്ഞ് സന്ദീപിനെ ആതിര പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സന്ദീപ് ആകെ പോകുന്നതുമില്ല. ഞാനേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാം. ആതിര പറയുന്നു, ദേ സന്ദീപേ, ഇത് കളിക്കാരിയാവേ, തന്നെ ഞാൻ ശരിക്കൊന്ന് കണ്ടോട്ടടോ. തന്നെ കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, ആ അജയ് എന്ന് പറഞ്ഞവൻ ഇവിടെ നടന്നതൊക്കെ മറ്റാരെങ്കിലും പറയുമെന്നോ? സന്ദീപ് പറയുന്നു, അവൻ എൻ്റെ പെണ്ണിനോട് കാണിച്ച തെണ്ടിത്തരത്തിന് അവൻ്റെ കൈയും കാലും തല്ലി ഒടിക്കുക വേണ്ടത്. ഇവിടെ ആയതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. ഇനി എന്തായാലും അവൻ്റെ ശല്യം ഉണ്ടാവില്ല. ആതിര പറയുന്നു, സന്ദീപ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഈശ്വര, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്താലോചിക്കാൻ? ഇനി ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലേ താൻ ഭയപ്പെടരുത്. കയ്യിൽ എന്താണോ കിട്ടുന്നത് അതെടുത്ത് പ്രയോഗിക്കണം, അത്രേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ വല്ല ആയുധം ഉണ്ടാവുമെന്നേ ഞാനൊന്ന് ഭയന്നിരുന്നു, പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മരിച്ചുപോയാ ഇയാൾക്ക് പിന്നെ എന്ന വിഷമത്തോടെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര സന്ദീപിൻ്റെ വാ പൊത്തുന്നു. തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനുണ്ട്. മറ്റാർക്കും അറിയില്ലെങ്കിലും തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ തൻ്റെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്വമല്ലേ? എന്തു വന്നാലും ഞാനുണ്ട് കൂടെ എന്നും എപ്പോഴും എന്ന് പറഞ്ഞ ആതിരയുടെ കയ്യിൽ പിടിച്ച് ഉറപ്പ് കൊടുക്കുകയാണ് സന്ദീപ്. ആ കയ്യിൽ ഒരു ചുംബനവും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അനൂപ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ജനൽ കൂടി അനൂപ് വരുന്നത് ആതിര കാണുന്നു. ടെൻഷനോടെ ആതിര നിൽക്കുന്നുണ്ട്. വന്നേ അനൂപേട്ടനാ, ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ആതിര ഒരു ഭാഗത്ത് സന്ദീപിനെ ഒളിപ്പിക്കുന്നുണ്ട്. അവരാരും വന്നില്ലേ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആതിര പറഞ്ഞപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാൻ അനൂപ് പറയുന്നുണ്ട് ആതിരയോട്. എന്നാൽ അനൂപ് മുറിക്കകത്തേക്ക് കയറിയ സമയം പെട്ടെന്ന് ആതിര തൻ്റെ മുറിയിലേക്ക് ഓടി സന്ദീപിനെ വിളിക്കുന്നു. അനൂപ് അവിടെ അകത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞു പോയി നോക്കിയപ്പോൾ അനൂപ് മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. ആതിരയെ എന്നൊന്ന് വിളിക്കുന്നുണ്ട്. ടെൻഷനോടെ ആതിര തിരിഞ്ഞു നോക്കുന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ആതിര ടെൻഷനോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. വെള്ളം എവിടെ എന്ന് വീണ്ടും അനൂപ് ചോദിക്കുന്നു. ഇപ്പോൾ കൊണ്ടുവരാൻ അനൂപേട്ടാ എന്ന് ആതിര പറയുന്നു. പിന്നെ ഇന്നത്തെ പത്രം ചോദിക്കുകയാണ് അനൂപ്. അത് അച്ഛൻ്റെ മുറിയിൽ കാണുമെന്ന് ആതിര പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുറിയിലേക്ക് അനൂപ് കയറിപ്പോകുന്നു. പതിയെ വീണ്ടും സന്ദീപ് എത്തി നോക്കുന്നുണ്ട്. അനൂപാണെങ്കിൽ പത്രവുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് സന്ദീപിനെയും കൊണ്ട് അടുക്കള വഴി ആതിര സന്ദീപിനെ പുറത്തിറക്കിയിട്ട് പറയുന്നു, ഇതുവഴി ഫ്രണ്ടിലേക്ക് പോകാമെന്ന്. അത്രയും പറഞ്ഞ് വാതിലടച്ചു. എന്നാൽ സന്ദീപ് ആണെങ്കിലോ ടെൻഷനോടെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുന്നുണ്ട്. അനൂപിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പേടിച്ച പോലെ ഒന്ന് നിലവിളിക്കുകയാണ് ആതിര. പെട്ടെന്ന് അനൂപ് അകത്തേക്ക് കയറി വന്നു. അത് ഈ മിക്സിയുടെ പ്ലഗ് എടുത്ത് കുത്തിയപ്പോൾ ഷോക്ക് അടിച്ചെന്ന് ആതിര. വെള്ളം എടുക്കാൻ വന്ന നീ എന്തിനാടി ഇപ്പോൾ അതിൽ പോയി പിടിച്ചത് എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടേ, സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് കുത്താൻ നിൽക്കരുത് എന്ന് പറഞ്ഞ അനൂപ് തന്നെ അത് കുത്തി കൊടുക്കുന്നു. ഈ സമയം കൊണ്ട് സന്ദീപ് ഫ്രണ്ടിലേക്ക് വരുന്നു.
അനൂപ് വെള്ളം കുടിച്ചു. സന്ദീപ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. വീണ്ടും അനൂപ് പത്രം വായിക്കുന്നുണ്ട്. സന്ദീപ് പോകുന്നത് ജനൽ കൂടി കണ്ട ആതിര സമാധാനത്തോടെ നിൽക്കുന്നു. ടെൻഷൻ മാറിയതിനു ശേഷം ഏട്ടനോട് കുറുമ്പ് കാണിക്കുകയാണ് ആതിര. പത്രത്തിലുള്ള വാർത്ത: വീട്ടിൽ കയറിയ കള്ളനെ തലക്കടിച്ചു കൊന്നു. വയനാട്. പട്ടാപ്പകല് വീട്ടിൽ കയറി മോഷ്ടിക്കാൻ തുടങ്ങുന്നതിന് ഇടയ്ക്കാണ് ഗൃഹനാഥന്റെ അടിയേറ്റ് യുവാവ് കൊല്ലപ്പെട്ടത്. അത് കേട്ട് പെട്ടെന്ന് ടെൻഷനാവുകയാണ് ആതിര. നീ ഇതെല്ലാം കേട്ടല്ലോ. ഇവിടെ കഥകളെല്ലാം തുറന്ന് ഇട്ടിട്ട് ശ്രദ്ധയില്ലാതെ നടക്കരുത്. കള്ളന്മാര് കയറി വരും എന്നൊക്കെ അനൂപ് ആതിരയോട് പറയുന്നുണ്ട്. ഈ സമയം അജയ് അവന്തികയെ കാണുന്നുണ്ട്. അവന്തിക പറയുന്നു, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന്. കിട്ടിയോന്നോ? വളരെ കുറച്ചു നേരം മാത്രമേ ഞാൻ തറയിൽ നിന്നോളൂ. ബാക്കി സമയം മുഴുവനും ഞാൻ തറയിൽ കിടക്കുമായിരുന്നു എന്ന് അജയ് പറഞ്ഞപ്പോൾ അവന്തിക ചോദിക്കുന്നു, നിന്നോട് ആരായിപ്പോ അങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത്? മേഡം അല്ലേ പറഞ്ഞത് എപ്പോഴും അവളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണമെന്ന്? അവന്തിക പറയുന്നു. എന്നും പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലണമായിരുന്നോ? ഇതോടെ എല്ലാം കുളമായ ലക്ഷണമാ. നീ അവിടെ പോയത് ശരി. നീ എന്തിനാ അവളുടെ മുറിയിലേക്ക് ചാടി കയറിയത്? അത് അവളവിടെ ഒറ്റയ്ക്കുള്ളെന്ന് കരുതിയല്ലേ പോയത് എന്ന് അജയ് പറഞ്ഞപ്പോൾ, എന്നിട്ട് ഇന്ന് അവന്തിക ആകാംക്ഷയോടെ ബാക്കി കാര്യം അറിയാൻ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചവിട്ടി കിട്ടിയപ്പോഴല്ലേ അറിഞ്ഞത് ഒറ്റയ്ക്കല്ലെന്ന് എന്ന് അജയ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, എടാ മണ്ട, നീ അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴേ എല്ലാവരും ഉള്ള സമയത്തല്ലേ പോവേണ്ടത്? സംഭവം അതൊന്നുമല്ല. അവൾ അവിടെ ആരും ഇല്ലാന്നറിഞ്ഞ് നീ എന്തോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു. അത് അവിടെ ഉണ്ടായിരുന്ന അനൂപ് അറിയുകയും ചെയ്തു. അതല്ലേ സത്യം? അജയ് പറയുന്നു. അതിനെ എന്നെ തല്ലിയത് അവളുടെ ഏട്ടൻ അനൂപ് അല്ലല്ലോ, വേറൊരുത്തനാ. അവൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. പകുതി ബോധത്തിലും അപ്രതീക്ഷിത അടിയിലും ഞാനൊന്നും കേട്ടതുമില്ല. എന്തോ നട്ടലിന്റെ കാര്യം പറയുന്നത് കേട്ടോ. പെട്ടെന്ന് അവന്തിക സന്ദീപിന്റെ ഫോട്ടോ അജയെ കാണിക്കുന്നുണ്ട്. ഇവനാണോ നിന്നെ തല്ലിയെന്ന് നോക്കിയേ? അങ്ങനെ അജയ് ഒന്ന് നന്നായിട്ട് നോക്കിയപ്പോൾ അത് സന്ദീപാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവനാ മേഡം എന്നെ തല്ലിയത്. ഇവനെ മേഡത്തിന് എങ്ങനെ അറിയാമെന്ന് അജയ്. ഞങ്ങൾ തമ്മിലെ ചെറിയൊരു ബന്ധമുണ്ട്. ഇവനെന്റെ ഭർത്താവിന്റെ അനിയനാ. പേര് പറഞ്ഞാൽ നീയും അറിയും. ഇതാണ് സന്ദീപ്. ആതിരയെ സ്നേഹിക്കുന്ന അനഘയെ അവഗണിക്കുന്ന യഥാർത്ഥ സന്ദീപ്. അപ്പോൾ അത് ശരി, ആതിര സന്ദീപ് പ്രണയം വൃന്ദാവനം വീടിന്റെ അന്തപുരം വരെ എത്തി അല്ലേ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അജയ് പറയുന്നു, എന്റെ പുറം നൊന്തതിന് ഞാൻ പകരം വീട്ടും മേഡം. അതിന് എന്നോട് ദേഷ്യം തോന്നരുത്. ദേഹം നോവിച്ചത് സന്ദീപും ദേഹം തോന്നുന്നത് നിന്റേതും ആയതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ലെന്ന് അവന്തിക. പക്ഷെ നീ പകരം വീട്ടേണ്ടത് സന്ദീപിനോടല്ല, അവനെ കിടപ്പറ വരെ എത്തിച്ച് ആതിരയോടാണ്. നിന്റെ ശരീരം വേദനിച്ചെങ്കിലേ അവളുടെ മനസ്സ് വേദനിക്കണം. ആ വേദനയിൽ ചുട്ടു പൊള്ളി നിൽക്കുമ്പോൾ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. ആ താലി മുറുകുന്നത് അവളുടെ നരക ജീവിതത്തിലേക്കാകണം. ഇപ്പോൾ നിന്നോട് ചെയ്തതിനൊക്കെ നീ പകരം ചോദിക്കണം. അവസാനം ഒറ്റ ചവിട്ടിന്റെ കൈയബദ്ധത്തിൽ അവൾ പിടഞ്ഞും മരിക്കണം. അതാണ് എൻ്റെ അനിയത്തിയുടെ കണ്ണീരിന് പകരമായിട്ട് ഈ അവന്തിക ചേച്ചി അർച്ചന ചേച്ചിക്ക് കൊടുക്കുന്ന പാരിതോഷികം. ആ പാരിതോഷികം കൈപ്പറ്റാൻ ചിലപ്പോൾ അർച്ചന ചേച്ചിക്ക് ജീവൻ കാണില്ലെന്നും വരും. ദയാനന്ദൻ മാഷിനും കമലയ്ക്കും അനൂപ് എന്ന ഒരൊറ്റ മോൻ മതി. എന്നോടും എൻ്റെ അനക്കയോടും മത്സരിച്ചതിന് 2 പെൺമക്കളുടെയും ജീവൻ ഇങ്ങെടുക്കും ഞാൻ. പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങുന്നു. കൂടെ അർച്ചനയും ഉണ്ട്. നീ ഓഫീസിലേക്കാണോ എന്ന് സേതു ചോദിക്കുന്നു. അതെ അച്ഛാ എന്ന് സച്ചി പറയുന്നു. അവന്തിക അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്നാ ഇറങ്ങുക എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുന്നു. അച്ഛാ, ഞാനൊന്ന് പുറത്തു പോയി വന്നതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാം എന്ന് അവന്തിക സേതുവിനോട് പറയുന്നു. അവന്തികയെ, നീ എന്താ സച്ചിയും അർച്ചനയും ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് 2 പേർക്കും ഇടയിലുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ എന്ന് സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, എനിക്ക് പിണക്കമൊന്നുമില്ല അച്ഛാ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ സച്ചിയുടെ അടുക്കൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു പ്രയാസം. സച്ചി ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. എന്താണ് നടന്നതെന്നും സത്യാവസ്ഥയെക്കുറിച്ചും സച്ചി ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു. തെറ്റിദ്ധാരണകളാണല്ലോ ചിലപ്പോഴൊക്കെ മനുഷ്യരെ തമ്മിൽ പിരിക്കുന്നത് എന്ന് സേതു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ഏട്ടത്തിയോട് എനിക്ക് പിണക്കമൊന്നും ഇല്ല അച്ഛാ. ഇന്നലെ എന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് ചിലപ്പോൾ നില തെറ്റിപ്പോയെന്നേ ഉള്ളൂ. ഏട്ടത്തിക്ക് അത് വിഷമമായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ ഇവിടെ പ്രശ്നം? എന്താ അവന്തികയെ, സച്ചി മാപ്പ് പറയണമെന്നുണ്ടോ എന്ന് സേതു പറഞ്ഞപ്പോൾ വേണ്ടച്ച, അതിൻ്റെ ആവശ്യമില്ലെന്ന് അവന്തിക. അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ചെയ്തപ്പോൾ നിരപരാധിയായ എനിക്കത് സഹിച്ചില്ല. അതാ സച്ചിയെ ഞാനും ചിലത് പറഞ്ഞത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട്, ഇനി ആ വിഷയത്തെപ്പറ്റി സംസാരിക്കണ്ട. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ഈ വർഷത്തെ ബിസിനസ് കോൺഫറൻസിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയില്ല. മന്നച്ച ഡൽഹിയിൽ വെച്ചാണ് എന്നൊക്കെ സച്ചി. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ നീയും അവന്തികയും പോയാൽ മതി. അവന്തിക പറയുന്നു, സച്ചി ഇപ്പോഴേ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഞാൻ അവസാനം അത് ഫൈനലൈസ് ചെയ്താൽ പോരെ? സച്ചി പറയുന്നു, അച്ഛനോടും ഏട്ടത്തിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കോൺഫറൻസിന് ഏട്ടത്തി വരണ്ട. അത് കേട്ട് അവന്തിക ഞെട്ടി. ഞാൻ ഈ കാര്യം പറയാനിരിക്കുകയായിരുന്നു. ഞാൻ നിന്നോടൊപ്പം വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട.
ഈ വർഷം സച്ചിയും വൈസ് പ്രസിഡന്റും പോയാൽ മതി. എനിക്കിത് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ അങ്ങനെ ആവട്ടെ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സേതു. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന മീറ്റിംഗ് ആണ്. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ആരും എന്നോടൊപ്പം വരണമെന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്കാണോ പോകാൻ പോകുന്നത് എന്ന് സേതു ചോദിക്കുന്നുണ്ട്. ഞാനും അർച്ചനയും കൂടിയാണ് പോകുന്നത് എന്ന് സച്ചി പറഞ്ഞതും വീണ്ടും അവന്തിക ഞെട്ടി നിൽക്കുന്നു. ഈ കോൺഫറൻസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ അർച്ചന മതി. അത് കേട്ട് സേതുവിന് സന്തോഷമാകുന്നുണ്ട്. ഇത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് അല്ലേ, അപ്പോൾ എന്നോടൊപ്പം ആര് വരണമെന്നുള്ളത് എൻ്റെ തീരുമാനമല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, സച്ചി ഞാൻ പറയുന്നുണ്ട് നിനക്കൊന്നും തോന്നരുത്. നമ്മുടെ തന്നെ പല ബ്രാഞ്ചുകളുടെയും പല കമ്പനികളുടെയും മാനേജിംഗ് ഡയറക്ടേഴ്സ് ബിസിനസ് മാഗ്നസും വരുന്ന ഒരു കോൺഫറൻസ് ആണിത്. ഞാൻ അർച്ചനയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണെന്ന് തോന്നരുത്. അങ്ങനെ ഒരു കോൺഫറൻസിൽ ഒരു പരിചയമില്ലാത്ത അർച്ചനയെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്ക് ഒരു ലാപ്ടോപ്പ് ഓണാക്കാൻ പോലും അറിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ നീയായിട്ട് ഒരു അവസരം ഉണ്ടാക്കരുത്. അത് നിന്നെ മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കും. സച്ചി പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തി, ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ മാത്രം മതി. അർച്ചന എന്നോടൊപ്പം വെറുതെ വരുന്നതാണ്. അർച്ചനയും കാര്യങ്ങളൊക്കെ കണ്ടു പഠിക്കട്ടെ. നാളെ ഒരു സമയത്ത് അർച്ചന നോക്കിക്കോളുമല്ലോ എല്ലാം. എന്താ അച്ഛാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് സേതുവിനോട് ചോദിച്ചപ്പോൾ സേതു പറയുന്നുണ്ട് 100%. എന്നാൽ ഇതൊന്നും അവന്തികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അർച്ചനയും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ, എന്നിട്ട് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയാൽ അവളും ബിസിനസ്സിലേക്ക് ഇറങ്ങട്ടെ എന്ന് സേതു പറഞ്ഞപ്പോൾ അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട്. അവന്തിക അർച്ചനയും നോക്കുന്നു. സച്ചി, നീ എടുത്ത ഈ തീരുമാനം നന്നായി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നീയും അർച്ചനയും കൊണ്ട് ഇതുവരെ ഇങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ആദ്യ യാത്ര ഇത് തന്നെ ആവട്ടെ അല്ലേ അവന്തിക എന്ന് സേതു. എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ പിന്നെ അത് നടക്കട്ടെ എന്ന് അവന്തിക. എങ്കിൽ പിന്നെ യാത്രയുടെ ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. എന്നാ പിന്നെ നീ താമസിക്കേണ്ട, ഓഫീസിലേക്ക് ചെല്ല് എന്ന് സേതു. ഞാൻ ഇറങ്ങട്ടെ ഏട്ടത്തി എന്ന് സച്ചി ഏട്ടത്തിയോടും പറഞ്ഞിട്ടാണ് പോകുന്നത്. സേതുവും പോയപ്പോൾ അർച്ചനയും അവന്തികയും അവിടെ നിൽക്കുന്നുണ്ട്. നിന്റെ തലയുടെ മന്ത്രം ഏറ്റല്ലേ, അങ്ങനെ അധികം നീ സന്തോഷിക്കണ്ട. അർച്ചന പറയുന്നു, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. സച്ചിയേട്ടൻ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ സച്ചിയേട്ടനോടൊപ്പം പോകാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്താൽ ആകാശം ഇടിഞ്ഞു പോലെയുള്ള നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എനിക്കും തോന്നുന്നു അതിൽ പങ്കെടുക്കണം എന്ന്. ഞാൻ നിങ്ങളുടെ ഒപ്പം എത്തുമെന്നുള്ള പേടിയല്ലേ നിങ്ങൾക്ക്? നിങ്ങളൊപ്പമല്ല, എനിക്ക് നിങ്ങളെക്കാളും മുകളിലാണ് നിൽക്കേണ്ടത്. അത് ജീവിതത്തിലായാലും ഇനി ബിസിനസ്സിലായാലും. അത് അത്രയും പറഞ്ഞ് അർച്ചന ഒരു പുഞ്ചിരിയും ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയാണ് അവന്തികയ്ക്ക്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.